വടകരയിൽ നടന്ന എന്താണ്? ഇടത് സ്ഥാനാർത്ഥി പറയുകയാണ്, UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവും സമ്മതവും പ്രേരണയും പ്രോത്സാഹനവും കൊണ്ട് എനിക്കെതിരെ വ്യാജ വീഡിയോ, വ്യാജ പോസ്റ്ററുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിന് നിദാനമായി ഒന്നും തന്നെ നിരത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവർ പറയാണ്, ഇങ്ങനെ ഉള്ള ഒരാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അപ്പൊ തെരഞ്ഞെടുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ജനപ്രാതിനിധ്യം 123(4) പറയുന്ന എതിർ സ്ഥാനാർത്ഥിയുടെ ജയസാധ്യതയെ ഇല്ലായ്മ ചെയ്യുവാൻ കളവായ ഒരു പ്രസ്താവന, കളവാണെന്നറിഞ്ഞുകൊണ്ട് സത്യമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പറഞ്ഞാൽ that is a corrupted practice, that is a penal offense under ജനപ്രാതിനിധ്യം Representation of People Act 1951. എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ ഷാഫി പറമ്പിൽ അത് ചോദിച്ചു, എന്താണ് എനിക്കെതിരെയുള്ള പ്രസ്താവന, എന്താണ് ഞാൻ ചെയ്തത്, അതൊന്ന് ഒരു വളരെ വെയ്ഗാണ്. ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന വളരെ വെയ്ഗാണ്. വളരെ വെയ്ഗായ ഒരു പ്രസ്താവനയെ കുറിച്ച് ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായി ചോദിച്ചു, ഏത് വീഡിയോ ആണ്, ഏത് വ്യാജ പോസ്റ്ററാണ് എന്റെ അറിവോടുകൂടി? നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 8-ാം തീയതി മുതൽ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഞാനുണ്ട്. ഇന്നലെ ശരിക്ക് രാത്രി അവസാനിക്കേണ്ട പരിപാടി, ഷാഫി പറമ്പിലിന്റെ പരിപാടി അവസാനിച്ചത് ഇന്ന് പുലർച്ചെ 4:30-ക്കാണ്. ഇന്ന് തലശ്ശേരിയിൽ 7 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 10 മണിക്കാണ് തുടങ്ങി. അദ്ദേഹം വിശ്രമിക്കുന്നില്ല. അപ്പൊ ഈ കുറ്റകൃത്യമൊക്കെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് സമയമുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറന്റ് ക്വസ്റ്റ്യൻ. ഇത് 18-ാം തീയതി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിറ്റേ ദിവസം ഇടത് സ്ഥാനാർത്ഥി പറയാണ്, ഇടത് സ്ഥാനാർത്ഥി എനിക്ക് അങ്ങനെ ഒരു തെറ്റുപറ്റി, ഞാൻ അതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവർ പറഞ്ഞ എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ആദ്യം സത്യമല്ല, കളവാണെന്നറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കള്ള പ്രസ്താവന. രണ്ടാമത് അവരുടെ പ്രസ്താവന കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് വേഴ്സനായി, വളരെ കൂടുതൽ വഷളായി. അവർ വീണ്ടും ഒരു കളവ് പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിയാണ്, ഞാൻ പറഞ്ഞില്ലേ, ശിവരാജ് പട്ടേൽ നമ്മളോട് പറഞ്ഞത്, ഒരു ഇലക്ഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ, കാരണം ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും അധിക്ഷേപിച്ച് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ ഏജന്റോ പറഞ്ഞാൽ സത്യത്തിൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ലംഘനമാണ്. കോഡ് ഓഫ് കോണ്ടക്ടിന്റെ ലംഘനം എന്ന് പറഞ്ഞാൽ, അങ്ങനെ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ അലോട്ട്മെന്റ് ഓർഡർ 1969 അതിൽ 16A എന്ന് പറഞ്ഞൊരു വകുപ്പ് 94 എഴുതി ചേർത്തു. ആ വകുപ്പ് അനുസരിച്ചിട്ട് ഈ അപ്രൂവ്ഡ് റിക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗീകാരം പോലും റദ്ദാക്കാൻ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്. അപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, ആപ്പൂപ്പ സ്ഥാനാർത്ഥിയല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഒരു UDF പ്രവർത്തകനെ കുറിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഇലക്ഷൻ ഏജന്റിനെ കുറിച്ചാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ഥാനാർത്ഥിയെ, എതിരാളിയായ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച് തികച്ചും വാസ്തവ വിരുദ്ധമായ പച്ചക്കള്ളമാണ് പറഞ്ഞതിന്റെ തെളിവാണ് അവർ രണ്ടാമത്തെ ദിവസം അത് ആവർത്തിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ IT ലോകത്ത്, ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഇത്ര വികസിച്ചൊരു കാലത്ത് ആർക്കെങ്കിലും കളവ് പറയാൻ പറ്റും? മനുഷ്യനെ സത്യം മാത്രം പറയിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ പറയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വീഡിയോനെ കുറിച്ചാണ് തർക്കം. ഇന്നും ഷാഫി തലശ്ശേരിയിൽ വെച്ച് പറഞ്ഞു, എന്താണ് ഞാനൊരു വ്യാജ വീഡിയോ ഉണ്ടാക്കി, വ്യാജ പോസ്റ്റർ എന്നാണ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയിൽ പറയുന്നത്. വ്യാജ പോസ്റ്റർ അടിച്ചു എന്നാണ്. എന്താണ് പോസ്റ്റർ അടിച്ചത്? എന്താണ് ഫേസ്ബുക്കിൽ അവർ വ്യാജ പോസ്റ്റ് ഇട്ടത്? അത് ഷാഫി പറമ്പിലിനെ അറിവോടും സമ്മതത്തോടും പ്രോത്സാഹനത്തോടും പ്രേരണയോടും ഇനി മലയാള ശബ്ദധാരാവളിയിൽ വേറെ ഒരു എജക്റ്റീവ് ചേർക്കാനില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ കള്ളത്തരമാണ് പറഞ്ഞത് എന്ന് ബോധ്യം. അപ്പോൾ ശ്രീ അസഫ് അലി, ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം എന്തായാലും ശ്രീമതി KK ശൈലജയുടെ ഈ പരാമർശങ്ങൾ വളരെ ശക്തമായ ഒരു കേസായി മാറുമെന്നാണോ? 100%.
ഞാനീ പറഞ്ഞിരിക്കുന്ന ഒരു സീരിയസ് കറപ്റ്റ് പ്രാക്ടീസിന്റെ പരിധിയിൽ ഇത് വരുന്നു. മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷനിൽ നാളെ ഷാഫി പറമ്പിൽ ഒരു പരാതി കൊടുക്കുന്നു. KK ശൈലജ എന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥി 18/4/2024 നൽകിയിരിക്കുന്ന പരാതിയിൽ ഇന്ന ഭാഗങ്ങളെല്ലാം ഫാൾസ് ആണ്, കളവാണ്. അവര് ഫോൾസ് എഫിഡവിറ്റിന് കോടതിയിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു വില്ലേജ് ഓഫീസറെടുത്തോ ഒരു RTI അടുത്തോ കൊടുക്കുന്ന പരാതി പോലെയല്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന പരാതി പോലെയല്ല. ഇത് 7 കൊല്ലം തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു ഫോൾസ് എവിഡൻസ് ആണ്. എന്താണ് അവർ മനസ്സിലാക്കിയത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നുകിൽ അവർക്ക് പരിചയക്കുറവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പരിചയക്കുറവല്ല, അവർക്ക് പരിചയമുണ്ട്.